ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 15 പ്രബലരായ നടന്മാർ, മലയാള സിനിമ ഭരിക്കുന്നത് 15 പ്രബലരായ നടന്മാരാണ്. ഈ 15 പ്രബലരായ നടന്മാർ എന്ന് പറയുന്നതിൽ പേരെടുത്ത് ആരുടെയും പറഞ്ഞിട്ടില്ല. അതിലൊരു കാര്യമുണ്ട്. പേരെടുത്ത് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ അവർ ഡിഫമേഷൻ ഫയൽ ചെയ്താൽ കോടതിയിൽ കേസാവും. കേസായി കഴിഞ്ഞാൽ വാദിക്കാൻ തെളിവുകൾ കാണത്തില്ല. അതുകൊണ്ടാണ് അവരുടെ പേരെടുത്ത് പറയാത്തത്. പല കാരണങ്ങളും പലരിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം നമ്മൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ 50 പേരിൽ നിന്നാണ് തെളിവെടുത്തേക്കുന്നത്. 50 പേരും മാറിയാൽ ഈ കേസുകളൊക്കെ വെറുതെ ആകും. അതുകൊണ്ട് ഈ 50 പേരുടെ അല്ലെങ്കിൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്ന പലരിൽ നിന്ന് രഹസ്യമൊഴികളാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സിനിമ മേഖലയിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളുണ്ടെന്ന് പുറം ലോകം അറിയുന്നത്. അതുപോലെ തന്നെ അവരെ വെച്ച് കോടതിയിലൊരു കേസ് ഫയൽ ചെയ്താൽ ഒരു കാരണവശാലും അത് വിജയമാകത്തില്ല. കാരണം സമൂഹത്തിൽ പ്രമുഖരായ നടന്മാരെക്കുറിച്ച് ഒരു കാര്യങ്ങൾ പറയുമ്പോൾ വ്യക്തതയില്ലെങ്കിൽ കോടതിയിൽ അത് വരുമ്പോൾ തിരിഞ്ഞു കൊത്തും. അത് ഡിഫമേഷൻ കേസായിട്ട് അവർ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് തെളിവുകൾ കാണിക്കേണ്ടി വരും. തെളിവുകൾ ഒരു പക്ഷേങ്കിൽ ഇത്രയും നാളത്തെ കാരണങ്ങൾ വെച്ച് തെളിവുകളുടെ അഭാവത്തിൽ കോടതിയിൽ നിന്ന് കേസ് തള്ളിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തള്ളിപ്പോകുമ്പോൾ നഷ്ടപരിഹാരം ഭാരിച്ച തുകയായിരിക്കും. കാരണം സമൂഹത്തിലെ പ്രബലരായ നടന്മാർ എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ എല്ലാ രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന നടന്മാരെക്കുറിച്ച് അപഖ്യാതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിഫമേഷൻ ഫയൽ ചെയ്യുന്ന ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികളായിരിക്കും മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യുന്നത്. അത്രയും ഭാരിച്ച തുകകൾ കൊടുക്കാൻ ഈ പറയുന്ന ആൾക്കാർ ബാധ്യസ്ഥരാകും എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും പേരുകൾ മാത്രം ആരും വെളിപ്പെടുത്താൻ ഒരുങ്ങാത്തത്. മാധ്യമങ്ങളാണേലും പേരുകൾ വെളിപ്പെടുത്താത്തതിന് കാരണവും അതുതന്നെയാണ്. മാധ്യമങ്ങളല്ല, ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ 67 പേജുകൾ ഇല്ല എന്നും പറയപ്പെടുന്നു. ഈ പേജുകളിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ നടന്മാരുടെയൊക്കെ പേരുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ആ പേരുകൾ വെളിപ്പെടുത്തിയാൽ ചിലപ്പം ഈ കമ്മീഷന് പോലും ചില കാര്യങ്ങൾ തെളിയിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അത് മാനനഷ്ട കേസാവും. അതുപോലെ തന്നെ അവർ ഭാരിച്ച എമൗണ്ട് ഈ നടന്മാർക്ക് കൊടുക്കേണ്ടി വരും. കാരണം സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 15 നടന്മാരെന്ന അതേ സംബന്ധിച്ചും ഈ 15 നടന്മാരെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാം. മുൻനിര നടന്മാരെന്ന് ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കാരണവശാലും അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഏതെങ്കിലും ഒരു നടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വ്യക്തമായ തെളിവുകളോടെ വന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ ഒരു തെളിവുകൾ ഉണ്ടാകത്തില്ല എന്നുള്ളത് വാസ്തവമാണ്. അതിൻ്റെ അഭാവം ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ 100% ഇത് വലിയൊരു സംഭവം മാറിയാണ്. പക്ഷേ ഇതെല്ലാം കമ്മീഷനെ പോലെ അല്ലെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒരുപക്ഷെ ഇതും ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മാത്രം പറയപ്പെട്ട് നിൽക്കാനാണ് സാധ്യത. പിന്നെ സമൂഹത്തിന് ഇതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കുവാനും ഇതിലെ നടന്മാരെക്കുറിച്ചും അല്ലെങ്കിൽ ഈ ഇങ്ങനൊരു മേഖലയിൽ ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതും ഈ കമ്മീഷനൂടെ പൊതുജനങ്ങൾക്കും സർക്കാരിനും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇതിന് വ്യക്തമായ പ്രതിവിധികൾ ഒരുപാടുണ്ട്. പക്ഷേ അതൊക്കെ ആലോചിച്ച് അതിൻ്റെ മുൻനിര ആൾക്കാർ അതിൽ ചെയ്യുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. അതോടൊപ്പം തന്നെ അമ്മ സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്നു ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്ത അമ്മ സംഘടന പിരിച്ചുവിടണമെന്ന്. അമ്മ സംഘടന പിരിച്ചുവിടേണ്ട ഒരു കാര്യമില്ല. കാരണം ആ സംഘടന സമൂഹത്തിന് ദോഷമായിട്ടൊരു കാര്യവും ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ സമൂഹ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ ഷോകൾ ഒക്കെ ചെയ്ത് ആ സമൂഹത്തിന്, അതുപോലെ തന്നെ ആ സംഘടനയിലുള്ള പലർക്കും പെൻഷൻ, അതുപോലെ മറ്റ് ആനുകൂല്യങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആ സംഘടന വളരെ അധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കിടപ്പായ രോഗികളായ നടന്മാർ, ഇതെന്ന് പറഞ്ഞാൽ ഒത്തിരി 2-3 സിനിമകളിലൊക്കെ അഭിനയിച്ച് അതിനുശേഷം അവർക്ക് ജോലിയില്ലാതെ ഇരിക്കുന്ന നടന്മാർക്ക് പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ, സഹായങ്ങളൊക്കെ എത്തിക്കുന്ന ഈ സംഘടനയുടെ വരുമാന മാർഗ്ഗമെന്ന് പറയുന്നത് അവരുടെ വർഷത്തിലുള്ള പിരിവ്, മറ്റ് കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഷോകൾ നടത്തിയുള്ള സമ്പാദ്യം, ഇതൊക്കെയാണ് ആ സംഘടനയുടെ ഇത്. അപ്പോൾ അങ്ങനെ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു സംഘടന പിരിച്ചുവിടണമെന്ന് പറയുന്നതിൽ ഒരു ഔചിത്യവും കാണുന്നില്ല. അതോടൊപ്പം തന്നെ ഈ സംഘടന സമൂഹത്തിന് ദോഷമായിട്ടൊരു കാര്യവും ചെയ്തിട്ടില്ല. ഈ സമൂഹത്തിനോ നിയമത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്കോ ഹിതമല്ലാത്ത ഹാനികരമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തതായിട്ട് ഇന്നുവരെ തെളിവുകളോ അങ്ങനെ ചെയ്തതായിട്ടൊരു ഇതുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സംഘടനയ്ക്കെതിരെ വരുന്ന വെറും ചെറിയ വാക്കുകൾ പോലും ഒരുപക്ഷെ ഡിഫമേഷൻ കേസ് ചാർജ് ചെയ്യാനുള്ള വകുപ്പുകളുണ്ട്.
എന്നിരുന്നാൽ തന്നെയും സമൂഹത്തിൽ എല്ലാ മേഖലയിലുള്ള പോലെ സിനിമാ മേഖലയിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഹരിച്ചാണ് പല സംഘടനകളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഈ അമ്മ സംഘടന എന്ന് പറഞ്ഞ നടന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പ്രൊഡ്യൂസറുടെ മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോട് ഈ സംഘടന കൊണ്ട് ഗുണം ചെയ്യുന്നുണ്ട്.